ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ജസ്റ്റിഫയബിൾ. അത് നോൺ ജസ്റ്റിഫയബിൾ ആണ്. അതായത് നമുക്ക് ഡയറക്ട്ലി കോർട്ടിൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഇസ് നോൺ ജസ്റ്റിഫയബിൾ. ദെൻ അപ്ലൈ ടു സിറ്റിസൺസ് ഓൺലി. അതായത് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സിറ്റിസൺസിന് മാത്രമാണ്, നോട്ട് ഫോറിൻസ്. ദെൻ ഇറ്റ് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ റിട്സ്. ഇത് നമുക്ക് ഓൾറെഡി പറഞ്ഞു, കോടതിയിൽ ഡയറക്ട്ലി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് നോട്ട് എൻഫോഴ്സിബിൾ ബൈ റിട്സ് ഓൾസോ. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സിബിൾ ഇൻഡയറക്ട്ലി ത്രൂ ലോസ്. നമുക്ക് വേറെ പല നിയമങ്ങൾ വഴി ഇൻഡയറക്ട്ലി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോ ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇതിന്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഇൻസ്പയർഡ് ബൈ USSR കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ ബോറോ ചെയ്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ആഡഡ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1976. അതായത് 42ാമത്തെ അമെന്റ്മെന്റിലാണ് നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഒറിജിനലി ആ ഒരു സമയത്ത് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. ഈ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തത് 86 അമെന്റ്മെന്റ് ആക്ട് 2002 നമ്മൾ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ഓൺ ചെയ്തത്. ഇപ്പൊ നിലവിൽ ടോട്ടൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. ഇനി ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ നോക്കേണ്ടത്. എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി നോക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ 51A ആണ്. പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. അതുപോലെ സിറ്റിസൺസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ റിട്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സിബിൾ ഇൻഡയറക്ട്ലി ത്രൂ ലോസ്. ദെൻ അതിന്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മളിത് ബോറോ ചെയ്തിരിക്കുന്നത്. 42nd അമെന്റ്മെന്റ് ആക്ട് 1976 ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഒറിജിനലി 10 ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. ബട്ട് 86 അമെന്റ്മെന്റ് വഴി നമ്മൾ 11ാമത്തെ ഡ്യൂട്ടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. ആൻഡ് സ്വരൻ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതിലൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി ഏതൊക്കെയാണ് ആ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുക. അതിന്റെ ഐഡിയൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസും നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം ഒക്കെ റെസ്പെക്ട് ചെയ്യുക. ഇതാണ് ആർട്ടിക്കിൾ 51A ക്ലോസ് എയിൽ പറയുന്നത്. ഇനി ക്ലോസ് ബിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാല് നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നോബൽ ഐഡിയാസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ, ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി, സോവറിറ്റി, യൂണിറ്റി പ്രൊട്ടക്ട് ചെയ്യാം. ഇതാണ് ക്ലോസ് സിയിൽ പറയുന്നത്. ഇനി ക്ലോസ് ഡി നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ, അതായത് രാജ്യം ആവശ്യപ്പെടുന്ന സമയം, രാജ്യം ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും അതിന്റെ നാഷണൽ സർവീസ് നൽകുകയും ചെയ്യുക. ഇതാണ് ക്ലോസ് ഡിയിൽ പറയുന്നത്. ഇനി ക്ലോസ് ഇ നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഭാഷകൾ സംസാരിക്കുന്ന, പല റിലീജിയൻ ഉള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഈ ഒരു ആളുകൾക്കിടയിൽ ഒരു ബ്രദർഹുഡ് കൊണ്ടുവരിക, അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഓൾസോ വിമന്റെ ഡിഗ്നിറ്റിക്ക് എതിരായിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസസ് ഒക്കെ നടക്കുകയാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുക. അപ്പൊ ഇതാണ് ആർട്ടിക്കിൾ 51 ക്ലോസ് ഇയിൽ പറയുന്നത്. ദെൻ എഫ് നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ കൾച്ചേഴ്സ് വാല്യൂ ചെയ്യുക, അതുപോലെ പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ 7th വൺ നോക്കുകയാണെങ്കിൽ, അതായത് 51A ക്ലോസ് ജി നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻവയൺമെന്റ്, നാച്ചുറൽ എൻവയൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക. ഈ നാച്ചുറൽ എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഫോറസ്റ്റ്, ലേക്ക്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു നാച്ചുറൽ എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ 8th വൺ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ, ശാസ്ത്രബോധവും അതുപോലെ തന്നെ മനുഷ്യത്വവും വളർത്തിയെടുക്കുക.
അതിനെ റിഫോം ചെയ്യുക അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദെൻ 9th വൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ പബ്ലിക് പ്രോപ്പർട്ടീസ് ഒക്കെ സേഫ് ചെയ്യുക, അത് സംരക്ഷിക്കുക, അതുപോലെ എന്തെങ്കിലും വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുക, അതൊക്കെ തടയുക എന്നുള്ളതാണ്. ദെൻ 10th ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലൈഫിന്റെ ഏതൊരു ലെവൽ ഓഫ് ലൈഫ് ആവട്ടെ എല്ലാ മേഖലകളിലും നമ്മൾ മികവിനായി നമ്മുടെ ഒരു അച്ചീവ്മെന്റിനായിട്ട് എപ്പോഴും പരിശ്രമിക്കുക. അതാണ് 10th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഇനി 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മീൻസ് 86th അമെന്റ്മെന്റിൽ ഇത് ആഡ് ഓൺ ചെയ്തതാണ്. ഈ ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 6 to 14 ഇയേഴ്സ് ഓഫ് ഏജ് ഉള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ പാരന്റ്സ് ഉറപ്പുവരുത്തുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് വേഴ്സസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റീഷ്യബിൾ ആണ്. ബട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ അത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺസിനും നോൺ സിറ്റിസൺസിനും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ സിറ്റിസൺസിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പറയുന്നത്. ബട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത് പാർട്ട് 4A ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ദെൻ ആർട്ടിക്കിൾസ് നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത് ആർട്ടിക്കിൾ 12 to 35 ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത് ആർട്ടിക്കിൾ 51A ആണ്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി റിലേറ്റ് ചെയ്തിട്ടുള്ള പോണ വർഷങ്ങളിലൊക്കെ ചോദിച്ച ക്ലിയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Which fundamental duty was added by the 86th Amendment Act? ഏത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് 86th Amendment Act പ്രകാരം ആഡ് ചെയ്തിട്ടുള്ളത്? ഏതാണ്? 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ഏതായിരുന്നത്? 6 to 14 ഇയേഴ്സ് ഓഫ് ഏജിലുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക, പാരന്റ്സ് ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് 86th Amendment Act 2002 ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി which committee proposed to add fundamental duties in the ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ഏത് കമ്മിറ്റിയാണ് ഇത് പ്രപ്പോസ് ചെയ്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. സ്വരൻ സിംഗ് കമ്മിറ്റി ഇൻ 1976 റെക്കമെൻഡ് ചെയ്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which amendment act added 10 fundamental duties in the Indian constitution? ഇതിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ 10th ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആണോ എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യൻ അതല്ല. ഈ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ആഡ് ചെയ്തിരിക്കുന്ന ഏത് അമെന്റ്മെന്റ് ആക്ടിലാണ് ചോദിച്ചേക്കുന്നത്? അത് 42nd അമെന്റ്മെന്റ് 1976 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വർ ആഡഡ് അണ്ടർ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏത് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്? ആഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയതെന്ന് പറഞ്ഞാല് ഫണ്ടമെന്റൽ ഡ്യൂട്ടി, അതിന്റെ ആർട്ടിക്കിൾസ്, ദെൻ ഏത് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, ഏത് അമെന്റ്മെന്റിലാണ് ഇത് വന്നത്, അതുപോലെ ഏത് കമ്മിറ്റിയാണ് ഇതിനെ റെക്കമെൻഡ് ചെയ്തത്, പിന്നെ ടോട്ടൽ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്, ഏതൊക്കെയാണത്, അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. ദെൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നോക്കി. അപ്പോൾ